പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പുതിയൊരു വീഡിയോ എന്നല്ല, ഇത് നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ വീഡിയോയുടെ തുടക്കമാണ്. അതെ, MDTV എല്ലാ വർഷവും വളരെ ഗംഭീരമായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ദ സെയിം തിങ്, ക്രിസ്മസ് സെലിബ്രേഷൻ. അതെ, അപ്പൊ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ ഇന്ന് കഴിഞ്ഞ വർഷത്തിനേക്കാളും കുറച്ചുകൂടെ ബ്ലാസ്റ്റ് ആണ്. കാരണം പുതിയൊരു വ്യക്തി നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്, നമ്മുടെ സ്വന്തം അമ്പാനും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഡ്രങ്കൻജിയുടെ എതിരാളി എന്നൊക്കെ പലരും മുദ്ര കുത്തുന്നുണ്ടെങ്കിൽ പോലും സെലിബ്രേഷൻ നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ യാത്ര തുടരാം. ഇനി എല്ലാവരും പല പല സ്ഥലങ്ങളിൽ നിന്നായിരിക്കും നമ്മളെ വന്ന് ചേരുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡ്രങ്കൻജി ഇറങ്ങിയിട്ടുണ്ട്, ജോമോൻജി അമ്പാനും അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. MDയുടെ താവളത്തിൽ നിന്നും യാത്ര ആരംഭിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ അമ്പാനും ജോമോൻജിയും ലാൻഡ് ചെയ്തിരിക്കുകയാണ്. എവിടെ ആയിരുന്നു ഇത്ര നേരം? പെട്ടുപോയല്ലേ? പെട്ടുപോകും. കഴിഞ്ഞ വർഷവും പെട്ടുപോയത് എനിക്ക് ഓർമ്മയുണ്ട്. കഴിഞ്ഞ വർഷം അമ്പാനില്ലായിരുന്നു, കഴിഞ്ഞ വർഷം ഇത് കണക്കിന് ഇപ്പം വന്നു. അന്ന് നീ ബൈക്കിലായിരുന്നു തോന്നില്ല വന്നത്, ഓർക്കുന്നില്ല. അന്നും ഇതുപോലെ എന്തോ മേടിക്കാനായിട്ട് പോയി അവസാനം പെട്ടുപോയി. കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നില്ല, അതിന് മുമ്പത്തെ വർഷം. നമ്മുടെ ഇവിടെ നമ്മൾ ഇതിനു മുമ്പ് സെലിബ്രേറ്റ് ചെയ്തില്ലേ, നമ്മൾ അങ്ങോട്ടാണ് നമ്മുടെ ഇനി പോകുന്നത്. പക്ഷെ നമ്മൾ ഇപ്പൊ കുറച്ച് ഐറ്റംസ് മേടിക്കാനുണ്ട് നമുക്ക്. ഇന്നെന്ത് പറ്റി? സാധാരണ അമ്പാനാണല്ലോ വണ്ടി ഓടിക്കുന്നത്. എന്താണ് പോണ വഴിക്ക് ശ്രദ്ധിച്ചോ, ഡ്രങ്കനൊക്കെ വേണം മിന്നിച്ചോ. ഡ്രങ്കിനെ കുടിച്ച് വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ലേ? ഞങ്ങൾ പടത്തിന് പോയി കേട്ടോ. മറ്റേ ഇവന്റെ എന്താണ് മാർക്കോ. ഭയങ്കര അഭിപ്രായമാണല്ലോ അല്ലേ? ആണല്ലേ? ക്രിസ്മസ് ഒക്കെ എങ്ങനെയായി? ക്രിസ്മസ് നമ്മൾ തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. അതെ, എങ്കിലും കാരണം നമ്മുടെ വ്യൂവേഴ്സ് ഇത് കാണുന്നത് ക്രിസ്മസിന് ശേഷമായിരിക്കുവേ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. തകർക്കുമല്ലേ ഇന്ന് പോലെ. അതെ, ഇനി അങ്ങോട്ടുള്ള എല്ലാ ആഘോഷരാവാണ്. ജോമൻജി, താങ്കളുടെ തറവാടെത്തി കഴിഞ്ഞു. സോറി, താങ്കളുടെ തറവാടിനുണ്ടല്ലോ, അവധിയല്ലോ തറവാടിന്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ജോമോൻജിയുടെ വാഹനത്തിൽ, നമ്മുടെ മധ്യവാഹനം ഇപ്പൊ ഇതാണ്. ഒടുക്കത്തെ ബ്ലോക്കിലോട്ട് നമ്മൾ കയറി കഴിഞ്ഞു. സമാധാനം. ഇവിടെ ഇത്ര വലിയ തിരക്കൊന്നുമില്ലല്ലോ. ഈ പഹയന്മാരാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത്. അതാണ്, അപ്പുറത്തെ റോഡ് പണി ചെയ്താൽ അവിടെ പറ്റത്തില്ലല്ലോ. അതെ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ മധ്യ മാർക്കറ്റ് എത്താറായി അല്ലെ? ഡ്രങ്കൻജി, സോറി, ഡ്രങ്കൻജി വന്നിട്ടില്ല. ഡ്രങ്കൻജിയുടെ ആത്മാവ് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതെ, അതങ്ങനെ വരുത്തുള്ളൂ. എന്തെങ്കിലും പത്രത്തിൽ പേര് വരും ഡ്രങ്കന്റെ. ഓക്കെ, നമുക്ക് പോയി മേടിച്ചാലോ? ഈ ബിവറൈൻ എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? എന്താ, അല്ല അമ്പാന്റെ അഭിപ്രായം എന്താണ് ഈ ബിവറൈൻ, ഈ ഒരു കളർ കോമ്പിനേഷൻ? അതെ, പോലീസ് സ്റ്റേഷൻ ഇതേ കളറാണല്ലോ ഏകദേശം അല്ലേ? അല്ലേടാ ചോമോനെ? പോലീസ് സ്റ്റേഷൻ, ചില പോലീസ് സ്റ്റേഷൻ ഈ ഒരു കളർ കോമ്പിനേഷൻ ആണല്ലോ. അത് ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. അതെന്തായിരിക്കും അതിന്റെ ഒരു ട്രേഡ് സീക്രട്ട്? സർക്കാർ സ്ഥാപനമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പ്രീമിയം ഔട്ട്ലെറ്റ് വേണം. ഇതല്ല നീ പറഞ്ഞ സാധനം നിങ്ങളുടെ അവിടെ കൊണ്ടുവന്നു പറഞ്ഞു. ഞാൻ എപ്പോഴും കണ്ടു പറഞ്ഞ മുഖമാണ്. സോ നമ്മുടെ ക്രിസ്മസിന് പറ്റിയ സാധനം ഏത് വേണം പറഞ്ഞോ? ബ്രാൻഡി എടുത്താലേ? നിനക്ക് വേണ്ടത് പറഞ്ഞോണ്ട്. ലേമോണ്ട് വൈറ്റ് ഒരുപാട് കാലമായി, പക്ഷെ വേണ്ട. പിന്നെ നമ്മുടെ ബക്കാടി സീരീസ് ഒക്കെ ആയിരിക്കുന്നു. ഏത് വേണം പറഞ്ഞു ചേട്ടാ? അമ്പാനെ പറഞ്ഞു. വൈറ്റാണ് എനിക്ക് താല്പര്യമല്ല, നിങ്ങൾ പറഞ്ഞു. പിന്നെ അപ്പുറത്തൊരു മുട്ടൻ സാധനം ഇരിപ്പുണ്ട്, ഹെർക്കുലീസ് വേണോ? പക്ഷെ അതെ, പ്ലാസ്റ്റിക് കുപ്പിയ, അതൊരു സുഖമില്ല. സ്മൈറനോഫ് എടുത്താലേ? സ്മൈറനോഫ്, ജഗതി പറയുന്ന പോലെ. സ്മൈറനോഫ് അതോ തൊട്ടപ്പുറത്ത് ക്ലബ് ഹൗസ് വോഡ്ക ഇരിപ്പുണ്ട്, 2 ഫ്ലേവർ ഉണ്ട്. ഈ ക്ലബ് ഹൗസ് ബ്രാൻഡിയൊക്കെ ഇറക്കാൻ തുടങ്ങി. എന്ത് പരിപാടിയാന്ന്? അതോ ഫ്രീസാ? ഏതാ? ആശയക്കുഴപ്പത്തിലായ
പിന്നെ അതൊക്കെ മേടിക്കേണ്ടി വരത്തില്ലേ? ലെമണും നാരങ്ങ മുളകൊക്കെ മേടിക്കണം. സ്മിർണോഫ് എടുത്താലേ എന്തെങ്കിലും വെറൈറ്റി ഒരു സാധനം എടുക്കണം. ആഫ്റ്റർ വർക്ക് വിസ്കിയാടാ, അത് ഹാങ് ഓവർ ഉള്ള സാധനം. വിസ്കിയാണ് വൈറ്റ് ഉദ്ദേശിക്കാൻ, ഡ്രങ്കിനും വൈറ്റായിരുന്നു പ്രിഫർ ചെയ്തത്. ബക്കാടി കാട്ട ബ്ലാങ്ക വല്ലതും വേണോ? കട്ട സ്പിരിറ്റ് വേണ്ടല്ലേ? എന്നാ പിന്നെ ഗ്രീൻ ആപ്പിൾ ഫിക്സ്ഡ് എന്ത് പറയുന്നു? ഓക്കെ ഏട്ടാ. യെസ്, എത്രയാണ് ഇനി? 1460 അല്ലേ? യെസ്. അപ്പൊ ക്രിസ്മസ് നമ്മളിന്ന് ഗ്രീൻ കളറിലാക്കുവാണ്. ഇനി ഒരു ചെറിയൊരു വൈനും കൂടെ. മൊട്ടത്തലയെ നമ്മൾ അങ്ങോട്ട് വിളിക്കുന്നു കേട്ടാ. തല ഏതെങ്കിലും ഒരു ചെറിയ വൈൻ മതി. സുലേലല്ലോ, എന്താണ് എൻ്റെ പേര്? ഗ്രൂവറാണ്. എന്താണ്? അത് തന്നെ, അതെടുക്കാം. റെഡ് പെയിൻ അല്ലേ? പോവുകയാണ് നമ്മുടെ ഡ്രങ്കൻജി. അവിടെ എവിടെയാണോ ഞങ്ങളെ പ്രാഗുമായിരിക്കും മിക്കവാറും കേട്ടാ. ചേട്ടാ എല്ലാം വാരി കിട്ടും, ഒന്നും അവശേഷിപ്പിക്കരുത്. ചെറിയൊരു കേക്ക്, ബാക്കിയുള്ള കാര്യങ്ങൾ. പ്ലം കേക്ക് അല്ലേ? എത്ര രൂപയാണ് ഇതിന്? 1000 രൂപയോ 500 രൂപയോ? ചെറിയ കേക്ക് മേടിക്കട്ടോ. അത് മതി, അതിന്റെ ആവശ്യമുള്ളൂ. കേക്ക് നമ്മുടെ ഇന്നത്തെ വലിയ കാര്യമുള്ള കാര്യമല്ല. വേറെ സോഡ ആളില്ല. ടൊമാറ്റോ എടുത്തു. കപ്പലിന്റെ ഉണ്ടോ പാക്കറ്റ്? എരിവള മസാല മറ്റേ ആ മാവില് മുക്കിയല്ലേ? അത് മതി. ഇവരുടെ തന്നെ കേക്ക് അല്ലേ കംപ്ലീറ്റ്? 500 രൂപ. അല്ല, അതിന്റെ ചെറുതുണ്ട് കേട്ടോ. അത് 150 രൂപ. അത് മതിയായിരുന്നല്ലേ? മറ്റേതെന്തുവായിരുന്നു? എന്നാ പിന്നെ അത് മതി. അല്ല, പ്ലം കേക്ക് അല്ലേ ക്രിസ്മസിന് വേണ്ടത്? അത് മതി. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ ജോസേട്ടന്റെ സ്ഥലത്തെത്തി. നമ്മൾ വണ്ടിയും കാര്യങ്ങളും എല്ലാം സജ്ജമാക്കി കഴിഞ്ഞു. അനുബന്ധ കാര്യങ്ങൾ ഇനി ഒന്നും ഇല്ലല്ലേ വാങ്ങിക്കാൻ. ഇനി ഡ്രങ്കനെ മാത്രം മേടിച്ചാൽ മതി. ഡ്രങ്കൻ നമ്മളെയും കാത്തവിടെ തെറിയും പറഞ്ഞിരിപ്പുണ്ടാവും അല്ലേ? പോസ്റ്റാണ് ആദ്യമേ കുറച്ചു നേരം നമുക്ക് പോസ്റ്റ് തന്നതാ. ഇനി കുറച്ചു നേരം പുള്ളിക്ക് തിരിച്ച് പോസ്റ്റ് അങ്ങോട്ട് കൊടുത്തു നമ്മള്. അതാണ് ഭൂമി ഉരുണ്ടാന്ന് പറയുന്നതിന്റെ കാര്യം ഇതായല്ലേ. നമ്മൾ എന്തോ ചെയ്യുന്നു അത് തിരിച്ചു കിട്ടും. മിസ്സയില്ല, മണ്ട പോയതങ്ങ് റോക്കറ്റ്. ഒരാൾ തനിയെ പോണല്ലോ. കേക്ക് ഷോപ്പ് ഇത് നമ്മുടെ അനുബന്ധ സാധനങ്ങളാണ്. ടച്ചിങ്സും കേക്കും ഒക്കെയാണ്. പുള്ളി ചൂണ്ടിടാൻ പോണോ അതോ വീട്ടിൽ പോണോ? യെസ് മിസ്റ്റർ ഡ്രാഗൻ, എവിടെ ആയിരുന്നു? കറുപ്പൊക്കെ ആയിട്ട് കറുമ്പൻ ആരൊരു കുറുമ്പനാണ്. അതെ, ഞാൻ അതിന് ഹാപ്പി വിഷു പറയാൻ പോയിരിക്കും. നമ്മൾ ആബ്സെന്റ് ഷൂട്ട് ചെയ്ത സെയിം റൂം. അത് ATM മെഷീനാ. എന്തോട് DJ? ഞാൻ സൈഡിൽ നോക്കിയപ്പോ ഒരു ATM മെഷീൻ പോലെ ഇരുന്നത്. അടിച്ചു മാറ്റിക്കൊണ്ട് വന്നാണെന്ന്. DJ മെഷീൻ എന്തോ? ശരിയാ, DJ. ഇതൊന്നും ഇവിടെ കൊണ്ടുവ ചെയ്യും, വർക്ക് ചെയ്യുന്നതാണ് അതൊക്കെ. നമ്മുടെ ക്രിസ്മസ് അലങ്കാര പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ടല്ലേ? നമുക്ക് ഇത്രയൊക്കെ മതി. അമ്പാനെന്തി? ഞാൻ പോയി കേക്ക് മുറിക്കാനും സെലോ ടേപ്പ് കട്ട് ചെയ്യാനുള്ള കത്തി എടുത്തിട്ട് വരാം. ഇത് മതിയല്ലോ. ഇതെന്റെ കത്തിയാണോ? ഞാൻ ഇവിടെ വെച്ച് മറന്നു വെച്ചതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതുണ്ടാ? പിന്നെ എന്തിനാണ് ഇത് എടുത്തില്ലെന്ന് പറഞ്ഞ് തിരിച്ച് കാറിലോട്ട് പോകാൻ പോയിരുന്നു. ശരി, അമ്പാനി തന്നെ എടുത്ത് കാണിച്ചത്. ഞാനപ്പോ ശ്രദ്ധിച്ചാൽ എന്തോ ഇത് കാണിക്കുന്നത് ചിന്തിച്ചാൽ. ഡ്രങ്കൻജി, ചോമൻജി, നമ്മൾ കഴിഞ്ഞ ക്രിസ്മസ് സെലിബ്രേഷന്റെ സാധനമാണിത്. ഒരുങ്ങി കിടക്കുവാണ്, അന്ന് കൊണ്ട് വെച്ചതാ. അതെ, അല്ല അന്ന് ഡ്രങ്കൻജി ഓർക്കുന്നുണ്ടാ? ഈ സാധനം അടിക്കാൻ വേണ്ടിട്ട് നമ്മൾ ന്യൂ ഇയർ ആയി പോകും എന്നൊക്കെ പറഞ്ഞിരുന്നത്.
ഇതും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. അതെ, കെട്ടി വെച്ചിരിക്കണം. പ്യൂർ ന്യൂ ഇയർ ആകും. ക്രിസ്മസിനെ തിരിച്ചൊക്കെ വെക്കുന്നത് കേട്ടാ. ഈ കുരിശ് തിരിച്ച് തലതിരിച്ചൊക്കെ വെക്കും എന്നൊക്കെ ഉണ്ടെന്ന് പറയല്ലോ. യേശുവിനെ അല്ല, യേശു ക്രിസ്തുവിനെ അപമാനിക്കുന്നതിനാ എന്തുകൊണ്ടത് അല്ല, എന്തോ അതിന്റെ ഐഹിക വിപ്ലവം വരും. അല്ല, അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. പ്രേതങ്ങളൊക്കെ വരുമ്പോ യേശു കുരിശ് തലയുടെ പോവും. അത് മറ്റേ ആന്റിക്രിസ്റ്റ്. ആന്റി ക്രൈസ്റ്റ് അല്ലേ? അതുപോലെ ക്രിസ്മസിനെ തിരിച്ചേക്ക് വെക്കുന്നു. നല്ല കളർഫുൾ ആയിട്ടൊക്കെ നോക്കി. ട്രങ്കൻ അവിടെ പണി തുടങ്ങിട്ടാ. ഓ, എന്താണ് ഡ്രാഗൻ ജി, ഇതെന്താ ഇവിടെ വെറുതെ ഇട്ടേക്ക്? ഇവനെ കൂടെ എവിടെയെങ്കിലും കൊളുത്തിയിടും. പിന്നെ താഴെ പോകുന്നു. ഡ്രാഗൻ ജി, താൻ എന്തെങ്കിലും ചെയ്തോടോ? ഇതേ അങ്ങനെ ചെയ്യലടാ, കഴുത്തെ കുറിച്ച് ചത്തുപോകും കേട്ടാ. പ്രഗ്നാഷ് ആ ബാഗിനകത്ത് ഓ സ്റ്റാർ എലി കരണ്ടതുപോലായി അതിനകത്ത് കിടന്ന് ആ ബാഗിന് ഇടക്കോട്ട് കയറിപ്പോയതാ. യെസ്, എങ്ങനെയുണ്ട് ഡ്രാഗൻ ജി? ഗ്രീൻ ആപ്പിളാ, ഞാൻ കേട്ട ചീഞ്ഞ ആപ്പിളെന്ന്. അതെ, കേക്കാണല്ലോ ഫസ്റ്റ്. കേക്ക് എന്ത്? ആ കേക്ക് ദേ കിടക്കുന്നു. അശോകക്കാർ സ്വയമേ ഉണ്ടാക്കിയ കേക്കാ. നിങ്ങൾ റബ്ബർക്കാർ മാത്രമല്ല, അശോകക്കാരും ഉണ്ടാക്കും. ആ, അത് ശരിയാ. ഇവിടെ ജനറേറ്റർ ഉണ്ട്. ഇടത്തില്ല, ഇടും. നമുക്ക് വേണ്ടി മാത്രമേ ജനറേറ്റർ പോകുള്ളൂ. പിന്നെ വീണ്ടും ഒരു ക്രിസ്മസ് രാവ് പിറന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ക്രിസ്മസ് ആയാലും ഏത് ക്രിസ്മസ് ആയാലും ആഘോഷം എപ്പോഴും നമുക്ക് എല്ലാവർക്കും ഇതിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ഇതുമാണ് ഏറ്റവും വലിയ കൂടപ്പിറപ്പുകൾ ക്രിസ്മസിനെ സംബന്ധിച്ചോളം. അപ്പോൾ എല്ലാവരും അനുവാദത്തോടുകൂടി MDTV ക്രിസ്മസ് സെലിബ്രേഷൻ നമ്മൾ ഇവിടെ തുടങ്ങുകയാണ്. രംഗൻജി, ആരും റെഡി? ജോമൻജി, ശ്രദ്ധിക്കണ്ടേ അമ്മനെ? ശ്രദ്ധിക്കുന്നുണ്ടോ? സാധാരണഗതിയിൽ ഡ്രങ്കൻജിയാണ് കഴുത്ത് തിരിച്ചോടിക്കുന്ന കർമ്മം ചെയ്യുന്നത്. പക്ഷെ ഇന്ന് ഞാൻ എന്തായാലും യേശുക്രിസ്തു ജനിച്ചതല്ലേ, യേശുക്രിസ്തുവിന്റെ സ്മരണയ്ക്കായിട്ട്, ആ ഓർമ്മയ്ക്കായിട്ട്, അതെ, യേശുക്രിസ്തു പ്രസാദിച്ചു, രണ്ടുപേരും വന്നു. അതെ, വെളിച്ചം പടർത്തുന്നു. അതെ, വെളിച്ചം പടർത്തുന്നവനാണ് യേശു, അന്ധകാരം ഇല്ലാതാക്കുന്നവനാണ് ദൈവം. യെസ്, പടയപ്പാ. ചോര ഏതൊരു സിനിമയ്ക്കകത്ത് പറഞ്ഞില്ലേ, മോഹൻലാൽ ഒരു മാറ്റടാലോ പറഞ്ഞില്ലേ, ഇതെന്റെ ചോരയാണ്, റെഡ് ചില്ലീസിനകത്ത് പറഞ്ഞത്, ഇതെന്റെ രക്തമാണ് പറയുന്നതാണ്. ഇത്ര കൊച്ചോറിയാ. പറഞ്ഞു പോയി. ഓക്കേ, അപ്പോൾ ഇവിടെ കൊണ്ടാവട്ടെ ഇന്നത്തെ സെലിബ്രേഷൻ. എന്ത് പറയുന്നു എല്ലാരും? തുടങ്ങിയേക്കാം നമുക്ക് ആ പരിപാടി. അമ്പാനൊന്നും മിണ്ടുന്നില്ല. വേണ വൈകുന്നേരത്തോട്ട് വെച്ച് നോക്കണം.
ഓക്കെ ആ അതെ ഞാൻ അവിടെ രണ്ടും താങ്കൾ എടുക്കാൻ പോയിരിക്കുന്നു. താങ്ക് യു മൈ ബോയ്. അപ്പൊ എല്ലാവർക്കും ക്രിസ്മസ് ആഘോഷം, സോറി ക്രിസ്മസ് ആശംസകൾ. അടിക്കല്ലേ? കൂട്ട ചിയേഴ്സ് വരും ഇപ്പോഴേ. ഓക്കെ ഗൈസ്, അപ്പൊ എല്ലാവരും സമ്മതത്തോടു കൂടി നമ്മുടെ ഈ ക്രിസ്മസ് ആഘോഷം നമ്മളിവിടെ തുടങ്ങുകയാണ്. അതെ, പാടുണ്ടല്ലോ, കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിതാ, കാതോരും കാതോരും കേട്ടിരുന്നു. ബാക്കി പരിപാടി കഴിഞ്ഞു. Joy to the world, the Lord is come. Let earth receive her സോറി കട്ടവൈ. വൈനും കേക്കും, അതാണ് കോമ്പിനേഷൻ. കറക്റ്റ് കോമ്പിനേഷൻ. ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഒരു വൈൻ കടിക്കണം, വൈൻ കുടിച്ചു കഴിഞ്ഞാൽ ഒരു കേക്ക് കടിക്കണം. അപ്പോൾ ഗ്രൂവറിനെ സൈഡാക്കി നമുക്ക് യഥാർത്ഥ ഡീലിലേക്ക് കിടക്കാം. നമ്മുടെ സ്മൈർനോഫ് ഗ്രീൻ ആപ്പിൾ. ജഗതി പറയുന്നു ഇതെന്താ സ്മൈർനോഫ്? യെസ്, ഡ്രങ്കിന് എന്തൊക്കെയാവോ എന്തോ. കിളവി കഴിച്ചോ. എന്താ സ്മിർനോഫ് ഗ്രീൻ ആപ്പിൾ ചുവന്ന കളർന്ന് ചോദിക്കും. ചേട്ടനുണ്ടേ, ചേട്ടനാണല്ലേ അമ്പാൻ ഇന്ന് പത്യത്തിന് ഇന്ന് ബിയർ മാത്രമേ കഴിക്കുന്നുള്ളൂ. ശപഥത്തിലാണ് ബിയർ. ആ ജോമൻ ടെക്നിക്ക് അമ്മച്ചി ഞാൻ പറഞ്ഞു, എനിക്കറിയാം എന്റെ നേരെ വരുമെന്ന് എനിക്കറിയാം. അതങ്ങനെ വരൂ. സോഡ, വെള്ളവും സോഡയും എല്ലാം ഉണ്ട്. താങ്കൾക്ക് എന്താ ആൾക്കാർ ഇത് ഏത് ഫ്ലേവറാ സ്മിർനോഫിന്റെ? സ്മിർനോഫ് ഗുവ ഇറക്കിയാന്നൊക്കെ ചോദിക്കും. ഗ്ലാസിന്റെ പിടിപ്പ് മനസ്സിലായല്ലോ. താഴേന്ന് ചേർന്ന് മുകളിലോട്ട് വലുതാണ്. കിട്ടിയ രണ്ടുപേർക്ക് വെള്ളം അല്ല, തനിക്കും രണ്ടുപേർക്ക് വെള്ളം. നിങ്ങൾ രണ്ടുപേരും വെള്ളക്കാരാ. പേടിച്ചു പോയാ എന്തിനാ? അതിനെനിക്ക് തനിക്ക് ഒഴിച്ചില്ലായിരുന്ന. ഇത്രയും നേരം നിങ്ങളുടെ ക്രിസ്മസ് ആഘോഷത്തിന്റെ വെറും ഒരു ഇൻട്രൊഡക്ഷൻ, അതെ ഒരു ട്രെയിലർ എന്നോണം. ഇനി കാണാൻ പോകുന്നതാണ് യഥാർത്ഥ പൂരം. സോ സ്മൈർനോഫ് ഇന്ന് ജഗതി ചേട്ടന്റെ കൂടെയാണ് ഞങ്ങൾ. ഇന്ന് സ്മൈർനോഫിന്റെ കൂടെയാണ് ഞങ്ങളുടെ പരിപാടി. ഒരു വൈറ്റുമായിട്ട് നമ്മൾ ഇതുവരെ ക്രിസ്മസ് സെലിബ്രേഷൻ കൂടിയിട്ടില്ല. അപ്പൊ ഇന്ന് ആയിക്കോട്ടെ ഒരു തുടക്കമായി. സോ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ, പുതുവത്സരാശംസകൾ. കൂടെ കൂട്ടിമുട്ടാം, കൂട്ടി ഇടിക്കാം, കൂട്ടി അടിച്ച് പൊട്ടിക്കും. Cheers you all. ഈ ക്ലാസ്സിൽ കഴിക്കാൻ സമയമാണ്, പക്ഷേ ഇത്രയും ഇതേ കഴിക്കാൻ പറ്റുള്ളൂ. കുറച്ച് ഇതേ കഴിക്കാൻ പറ്റുള്ളൂ. അതാണ് വേറൊരു ഡ്രോബാക്ക്. അപ്പൊ ഈ ക്ലാസ്സുമായിട്ട് നമുക്ക് സാധാരണക്കാരുടെ ക്ലാസ് എടുത്താലേ അതല്ലേ നല്ലത്? അതല്ലേ നല്ലത്? ഞാൻ യോജിക്കുന്നു. അതാണ് നല്ലത്. So stay tuned and enjoy the video of MDTV Christmas celebration. ഇതിലടിച്ചു കഴിഞ്ഞാല് നമ്മളിന്ന് 12 മണിയാകുമ്പോൾ എന്നാലും തീരത്തില്ല. സോ ജോമജി, ഞാനൊരു കാര്യം ചോദിക്കാമെന്ന് മറന്നുപോയി. ആ സിനിമയുടെ പേരെന്തായിരുന്നു? അതെ, അതിനുവേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ ഇന്നലെ ഇന്ന് പടത്തിന് പോയതല്ലേ രാവിലെ? എന്ത് പടത്തിന്റെ പേര് മറന്നു പോയല്ലേ? മാർക്കോ. എന്റെ വായിൽ കുറഞ്ഞിട്ട് സിനിമയുടെ പേര് വരാൻ ബ്രോക്കോഡ് എന്നാ പറയുന്നത്. മാർക്കോ പോയി. അതെ, എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? ഒന്നും പറയാനില്ല, രക്ഷയില്ല. അടിപൊളി. ഫുൾ ആക്ഷൻ അല്ലേ? ഫുൾ ആക്ഷൻ എന്ന് പറഞ്ഞാൽ വയലൻസ് നമ്മുടെ പീക്ക് ലെവൽ എന്ന് പറയാം. മലയാളത്തിൽ കണ്ടിരിക്കുന്നത് ഈ കൊറിയൻ ഫിലിമിലൊക്കെ നമ്മൾ കണ്ടുള്ളൂ. ഇത്രയും ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ചെറിയൊരു KGF മോഡൽ വയലൻസ് അല്ലേ? അതെ, KGF-നെക്കാളും വലുത്. ഈ KGF-ന് ഇത്ര വയലൻസ് കൊടുത്തിട്ടില്ല. മാസ് അത്രയില്ല. ഈ പറഞ്ഞ പോലെ KGF-ന്റെ അത്ര മാസ് ഇല്ല. പക്ഷെ വയലൻസ് കറക്റ്റ് ഈ പറഞ്ഞ പോലെ
കൊറിയൻ ഫിലിമും ഡീറ്റെയിലിംഗ് കൂടുതലാണ്, കൊലപാതകവും കാര്യങ്ങളൊക്കെ. നമുക്ക് പറയാം ഈ ജോൺ വിക്കും KGF കൂടെ ചേർന്ന ഒരു സാധനം. അതെ, മലയാളത്തിൽ ആദ്യമായിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ. അതെ അതെ, ഇത് മറ്റേ ഉണ്ണിയമ്പം താർത്തു, ഉണ്ണിയമ്പം എന്ന് വെച്ചാൽ വേറെ ലെവല്. അതെ, വേറെ ലെവലാ. ഇതിപ്പോ ഞങ്ങളിപ്പോ ഇന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല, ടിക്കറ്റ് ഇല്ല. അത് രാവിലെ പോലെ അതുകൊണ്ട് രാവിലെ പോയി, അല്ല രാവിലെ കണ്ടിട്ട് വീണ്ടും ടിക്കറ്റ് ഒന്നുകൂടെ കാണാനായിട്ട് ഒന്നുകൂടെ കാണാനായിട്ട് പോയി നോക്കിയിട്ട് 8 മണിക്ക് നമുക്ക് പോയി ഗ്ലാസ് സറ്റിയിട്ട് വരാം. അതെന്തോ എന്തോ അതിലോട്ട് കയറിപ്പോയില്ലേ ഈ സാധനം ഇന്ന് എവിടെ ലൈറ്റ് നമുക്ക് അത് കഴുകാൻ പോയിരിക്കും താൻ. എന്തൊരു ടച്ചിങ്സ് ഒക്കെ വേണ്ടതായിരുന്നു. നിന്നെ വിട്ടപ്പോഴേ എനിക്കറിയായിരുന്നു ഈ ധൃതി പിടിച്ചതിനോട് എന്ത് ബ്ലോക്കായിരുന്നു. അതിനിടയ്ക്ക് എത്ര മണിക്കൂറാ വെട്ടി നിൽക്കുന്നത്. പിന്നെ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. 3 ക്ലാസ്സേ ഉള്ളൂ. മതി, പിന്നെ ഞാൻ മറ്റേ അടിക്കുന്നത് എന്താ എന്തോ ഇന്ന് ഫുൾ അൺകട്ട് വീഡിയോസ് നമ്മളെല്ലാം അടക്കം ചെയ്യും. അടുത്ത റൗണ്ട് ഒഴിച്ചു. എല്ലോ മോനെ സ്മൈരൻ. ആരാ അല്ല 3 ഗ്ലാസ്സിൽ ഒഴിച്ചാൽ മതി. അപ്പൊ അമ്പാന് ബിയർ മാത്രമേ കഴിക്കത്തുള്ളൂ. ഒരെണ്ണത്തിനകത്ത് മാത്രമേ ഉള്ള വെള്ളവ. അവന് തോന്നുന്ന സോഡല്ലേ? എനിക്ക് ചോട. അത് പത മാത്രമേ പൊങ്ങി വന്നുള്ളൂ കേട്ടോ. ചൂടല്ലേ, AC ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. എന്താണ് എന്താണ് ഇതിപ്പോ അതിനേക്കാൾ പവറായല്ലേ. അമ്പാര് എന്താണ് അമ്പാര് ശ്രദ്ധിക്ക, അമ്പ കൂടുതൽ ശ്രദ്ധിക്കുന്നു. മൈരി കഴിച്ചെന്നാ എന്താണ് കോക്ടെയിലാ? അതെ, മുന്തിരി ജ്യൂസ് ഒഴിച്ച് വെച്ചേക്കുന്നവർ തന്നെ ഉണ്ടല്ലേ. ഒറ്റ വരി, അതാണ് അമ്പാൻ സ്റ്റൈൽ. ഇപ്പൊ വൈൻ മാത്രമേ കുടിച്ചുള്ളൂ, താഴത്തുള്ളത് കുടിച്ചില്ല. അത്രേ ഉള്ളു കാര്യം. അമ്പാൻ ശ്രദ്ധിക്കണ്ടേ? അതെ, രംഗരാജ് എന്താണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്? ഓഹോ, അതെ, ഇങ്ങനെ അടിക്കണല്ലോ അല്ലേ. അതെ, യെസ്. നമ്മള് 1 വർഷം മുമ്പ്, അതായത് 2 വർഷം മുമ്പായിരുന്നു ഇവിടെ തന്നെ നമ്മൾ ക്രിസ്മസ് സെലിബ്രേഷൻ. അന്ന് നമ്മുടെ കൂടെ നമ്മുടെ വോട്ടർമാൻ ഉണ്ടായിരുന്നു. അന്നത്തെ വീഡിയോ ഓർമ്മയായിട്ടല്ലോ, ഒരു അടിപൊളി വീഡിയോ ആയിരുന്നു. അതിനകത്ത് കുറെ ഐറ്റംസ് നമുക്ക് റീക്രിയേറ്റ് ചെയ്തല്ലേ. അടിച്ച് നമ്മള് കൊഞ്ചാവും ഉറപ്പാ. അല്ല പിന്നെ Drunk and tipsy in the shop, Kal and curry on the house, vibing with the nut pump, dripping on a kuttu pot. In the shop, dripping in Puntup, vibing with the thing, chilling with the chunk. People call me Vara, make me so sad. I was only chilling on a bar.
I'm happy that I'm young, I'm happy that I'm fun. Indini kanna kadi boy, Indini Valentine's bro, Indini paridabam bro, Indini kanniru bro, vendavale vendivale. Drunk in a shop, tripping in Pontopu, vibing with the thing, chilling with the jungle. In a shop, kallan curry on the house, vibing with the nut pump, tripping on a kottu paattu. Indini Valentine's bro, Indini paridabam bro, Indini kanniru bro, vendavale vendivale. Drunk, I'm a nirukali drunk. Now an alkali drunk. I'm a nittukali adichu poosu malayali. Rajini pola mass if I'm drunk. Baby dance, simple moves theriyadu. Only nadan moonwalk. ആ വാള് കൊണ്ട് ഞാൻ പൂക്കളം ഇട്ടു കവലയില്ല ഞാൻ ആള് കളിച്ചു നോക്കി ചിരിച്ച ചേച്ചിമാരെ തിരിഞ്ഞു നോക്കി ഞാൻ വിളിച്ചു ഡാൻസ് I don't catch a fun and the snow say I feel like the energy beat so വെടിച്ചു കൊട്ടുപാട്ട് കെട്ടുപെട്ടു Hennessy. Drunk in a shop, tripping in Pontopu, vibing with the thing, chilling with the jungle. In a shop, kallan curry on the house, vibing with the nut. കംപ്ലീറ്റും ബൈറ്റാണ്. കലങ്ങില്ല. കലങ്ങണ്ട. അത്രേ ഉള്ളൂ. ഇനി കിച്ചണിലാവട്ടെ. അടുത്തുണ്ട് മയക്കുവടി, ഫ്ലേവേർഡ് വാട്ടർ വിത്ത് ആപ്പിൾ ജ്യൂസ്. ഓക്കെ, അംബാൻ എന്തോ പുതിയ പരീക്ഷണമായിട്ട് വന്നിരിക്കുകയാണ്. ക്രിസ്മസ് സ്പെഷ്യൽ. അതിമയത്തിൽ ഉയർന്നു. അതെ, ഒരു കോമ്പിനേഷൻ വ്യത്യാസം വേണമല്ലോ. ഒഴിച്ചു. ഇത് വയറ്റ് കുഞ്ഞ് അളവിൽ ഒഴിച്ചു. കഴിഞ്ഞിട്ടാണ് ഇത് കഴിഞ്ഞിട്ട് വേണം അവന് ചെന്നിട്ട് പരിപാടി നടക്കാൻ. പുതിയൊരു സാധനം വന്നിട്ടുണ്ട്. മിക്സ് ആയി പോകാൻ സാധ്യതയുണ്ട്. മിക്സ് ആകുന്നതല്ലേ, മിക്സ് ആയി പോകും. ആദ്യം ബിയർ ഒഴിച്ചാൽ മതി. കുഴപ്പമില്ല. അതൊഴിച്ചാൽ കുറച്ച് കളർഫുൾ ആയിരുന്നു. ഓഹോ, എന്താണ് അമ്പാനെ വേസ്റ്റ് ആക്കണ്ട. ഇത് ബിയർ പറപ്പിച്ചാൽ ഒഴി. അതിന്റെ ഭംഗിക്കാൻ പതയുടെ മുകളിൽ വേണം വൈൻ നിൽക്കാനായിട്ട്. അല്ല പതച്ചെന്നിട്ടൊന്നോ മേളിലിങ്ങനെ ഒരുപോലെ കിട്ടിക്കിടന്നു. ഞാനൊന്നും പറയുന്നില്ലേ. ഇങ്ങനെ മറ്റേ ഇങ്ങനെ കായക്കാട് പരിപാടി എനിക്ക് നടക്കില്ല കേട്ടാ. ഇനി ഒഴിച്ചാൽ മിക്സ് ആകത്തില്ല. അതെ, അതിന്റെ മോളിൽ അതെ, പ്രൊഫഷണൽ നിൽക്കുമ്പോഴാണല്ലേ പറ്റിക്കണം. അതന്നെ അതാ പോയി. എന്താണ് ഇല്ല പോയിട്ടില്ല. നമ്മുടെ പരിപാടി ഞാൻ ഓർത്തോണ്ട് അതിലോട്ടാ പോകുന്നു. നമ്മുടെ അതറിയാടോ മതി. അതേ ഒരു പവറിൽ തന്നെ അതിലോട്ടും പോരട്ടെ. അതെന്താ അതിലോട്ട് അത്രയും പോരാ? ഞാൻ അതൊക്കെ പരന്ന ഗ്ലാസാ. മറ്റേ കുപ്പിക്കകത്തുനിന്ന് വരുന്ന അളവ് എല്ലാം ചെയ്യും. കുപ്പിയുടെ അളവ് നോക്കാം. നിനക്ക് വേണ്ടേ? അങ്ങനെ ചെയ്യും. ഇന്നത്തെ വീഡിയോക്കകത്ത് ഞാൻ ഇതുവരെ ഒരു തുണ്ട് ടച്ചിങ്സ് പോലും കഴിച്ചിട്ടില്ല. ഇല്ല. പക്ഷേ സത്യം ഇതിന്റെ കൂടെ ആവശ്യമില്ല. അതാണ് സത്യം. എന്തിരുന്നിട്ട് അടിക്കാൻ, എന്തിരുന്നിട്ട് അടിക്കാൻ. ഇച്ചിരി സവോളയുണ്ട്, ലേശം ബീഫുണ്ട്. ഓ, അതാണ് ഡ്രങ്കിന്റെ പരാക്രമം, പരാതി. പിന്നെ ക്രിസ്മസിന് ഇറക്കില്ലാത്ത പരിപാടിയുണ്ടോ? ശരിയാ. പരിപാടിയുണ്ടോ? അല്ല, അന്ന് ആ പരാതി തീർക്കാം. ആ പരാതി ഇപ്പൊ തീർത്തരാം. നമുക്ക് ഈ വീഡിയോക്ക് ശേഷം പൊറോട്ടയും ബീഫും കഴിക്കാൻ പോകാം. എന്താ അത് രോദനം, ഒരു ഡ്രങ്കന്റെ അതെ, ഡ്രങ്കന്റെ രോദനം നമുക്ക് ശരിയാക്കാതെ. ഞാൻ മിക്സ് ആകത്തേ ഉള്ളൂ.
ആരാ ചവറുകൾ അടിച്ച് വിളിക്കായിരുന്നു. ആ. സത്യം പറഞ്ഞാൽ ഇപ്പൊ ബില്ല് പിടിച്ചാൽ ഇഷ്ടമാവുള്ളൂ. ഫിറ്റ് ആവും ആര് ആൾക്കാരെല്ലാം ഒരു ആൾക്കാരെല്ലാം ചവിട്ടിച്ചോണ്ട് നിർത്തി വെച്ചിട്ട് പഠിക്കുമ്പോ ഏതാണ്ട് സ്ഥിരം പരിപാടി അപ്പൊ അങ്ങനെ കേട്ടെ ന്യൂ ഇയർ എന്താ പരിപാടി? നമ്മൾ ഈ കുറച്ച് നാളുകളായിട്ട് കുറെ വർഷങ്ങളായിട്ട് എല്ലാ ന്യൂ ഇയറിനെ കുടിച്ചു തീർത്തു വിടുകയാണ് ചെയ്യാറ്. ഇത്തവണയും കഴിഞ്ഞ തവണ കുടിച്ചു തീർത്തത് 2024 കൂടെ ഞാൻ കുറച്ച് കുടിച്ചു പോയി. അതാണ് എനിക്കൊന്നും ഓർമ്മയില്ലായിരുന്നു. വീഡിയോ കണ്ടാണ് ഞാൻ പലതും മനസ്സിലാക്കിയത്. സത്യം പറയാം. അന്ന് ഗോൾഡ് മങ്ക് പ്രീമിയം സുപ്രീം മേടിച്ച് അടിച്ച് അവസാനമായ പെരുത്ത് 90 ഒഴിച്ച് ആ 90 ഞാൻ ഡ്രൈ അടിച്ചു. എല്ലാം വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയൊക്കെ ബീച്ചിലെത്തി ഏതൊക്കെ സായിപ്പിന്റെ കൂടെ ഒക്കെ കണ്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നതൊക്കെ വീഡിയോ കണ്ടപ്പോ ഞാൻ മനസ്സിലാക്കി. ബ്രോ എന്നൊക്കെ പറഞ്ഞ് സായിപ്പിന്റെ തോന്നൊക്കെ കഴിഞ്ഞ് എന്റെ അമ്മനത്തുമ്പോൾ എനിക്കൊന്നും അറിയത്തില്ല. ഡ്രങ്കിനെ ഇടയ്ക്ക് കാണാതെ പോയി. മറ്റേ പുള്ളിക്കാർ നമ്മളെ ജിമ്മിലായിട്ടാണ് ഞാൻ പോയത്. എനിക്കൊന്നും ഓർമ്മയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ ലൈവ് ചെയ്ത് ഇതൊന്നും എനിക്ക് അറിയില്ല. അതാണ് സത്യം. എല്ലാ മുട്ടപ്പലന്റെ പണിയാണ് മാൻഡ്രേക്ക്. മാൻഡ്രേക്കാണെന്നേ കള്ള കടകൾ നമ്മുടെ പഴയ ഇന്നോവ പോലെ ഒരു വഴിക്കിറങ്ങി ആവാൻ സ്റ്റാർട്ട് ആകത്തില്ല. അത് വരും. ദീപുണ്ടല്ലോ എന്തോ ഇനി വയ്യ, ഇനി ടച്ചിങ്സ് കഴിക്കാതെ വയ്യ. ഇവിടെ നമ്മളെ തരൂ കപ്പലണ്ടി വരൂ. ഇനി വയ്യ. ടച്ചിങ്സ് ഇല്ലാതെ എന്റെ അന്തനാളം വരെ വല്ലാണ്ടാവുന്നു. മണിക്കൂറുകൾക്ക് ശേഷം എന്റെ വായിൽ ഇത്തിരി എരിവും പൊടിയും വന്നപ്പോ എന്തൊരു സന്തോഷം. ഞാൻ ഈ ടൊമാറ്റോ സാമാനം എടുത്ത് വെച്ചിട്ട് ഇത് ഇന്നൊരു ആഘോഷമല്ല രാത്രിയാണ്. ഇന്നൊരു ആഘോഷത്തിന്റെ പരിപാടിയാണ്. ഇല്ല, ഞാനത് മനഃപൂർവ്വം ചെയ്തേട്ടാ. അങ്ങനെ എന്താണെന്നറിയോ? ആ ഡോറങ്ങ് അടയ്ക്കൂ, അല്ലെ എന്റെ ഒച്ച അങ്ങ് റമദ വരെ കേൾക്കും. കാരണം ഡ്രാഗൺ ക്രിസ്മസ് നമുക്കൊരു ആഘോഷമാണ്, വലിയൊരു ആഘോഷമാണ്. പക്ഷെ MDTV സംബന്ധിച്ചോളം ഏറ്റവും വലിയ ആഘോഷം എന്ന് പറയുന്നത് ന്യൂ ഇയർ സ്പെഷ്യലാണ്, അല്ലേ? അതിനു വേണ്ടി വെച്ചിരിക്കുവാണോ എല്ലാം? ഇതല്ല താൻ പറഞ്ഞ പൊറോട്ടയും ബീഫും പഞ്ചാമൃതവും എല്ലാം. അപ്പൊ അമ്മാനെ റംഗരാജ് കേഫോ ചോരക്കറി കണ്ടു കഴിഞ്ഞാൽ പാടാം. ടെൻഷൻ ഉണ്ട്. ചേട്ടാ ഫിറ്റായ എന്തിന് ഒന്നും കഴിച്ചു? നിങ്ങൾ അതിന് വൈനും ബീറും അടിച്ചോളൂ. ആ വണ്ടിക്കകത്ത് കഴിച്ചല്ലേ? ആ അത് ശരിയാ, കോമ്പിനേഷൻ എങ്ങനെയാ? എടാ സോഡ തീർക്കലടാ. നേരെ തിരിഞ്ഞ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. ഇതൊക്കെയാണ് ഏതല്ലേ? കളർ വ്യത്യാസം ബോർവലാണോ? കളർ വ്യത്യാസം ഇങ്ങോട്ട് മുങ്ങിയെന്ന് നീലാപ്പിള അതെന്ത് കളർ? അത് ശരിയാ. ഡ്രങ്കൻ ഹാസ് എ പോയിന്റ് there. Cheers. ജോമൻ നീ ഉണ്ടാവോ? ജോമന് അസൗകര്യമുണ്ട് അല്ലേ? ഇല്ല. അപ്പൊ ഇത്തവണത്തെ ന്യൂ ഇയറിന് MD
ഡ്രങ്കൻ പിന്നെ നമ്മുടെ അംബാനി കൂടെ ഉണ്ട് അല്ലേ? അത്രയുള്ളു. ഞാൻ മുമ്പിൽ അതെ അത്രയുള്ളു. ഒരു കാര്യം പറഞ്ഞാൽ അംബാനെ അതെ എടാ അന്ന് ഇതുപോലെ വീരൊന്നും വന്നിരുന്നില്ല. അന്ന് അതൊന്നും അലവല്ല. അല്ലല്ല അന്ന് ഞാൻ 24-ാം തീയതി കഴിയുമ്പോ നമുക്ക് മാറി പിന്നെ അത് അല്ലല്ല ഡ്രങ്കൻ എന്തോ പറഞ്ഞു. ഡ്രങ്കൻ എന്തോ പറഞ്ഞ വെടിയിറച്ചി ഇതൊക്കെ ഇരിക്കും. അതെ അതെ ചതച്ചിറച്ചി. ചിലപ്പോ ഒന്നും ഓർമ്മ ഉണ്ടാകത്തില്ല എന്നെ പോലെ. അതെ അതെ സോ ന്യൂ ഇയറിന്റെ വരവൊക്കെ ഞാൻ സജ്ജമായി. ന്യൂ ഇയറിന് വേണ്ടി മുഴുക്കുടിയനായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇല്ല ഒരിക്കലില്ല. ന്യൂ ഇയറിന് വേണ്ടി ഞാൻ റെഡിയാണ്. ഡ്രങ്കൻ പറയും ഇതൊക്കെ എന്താണ്? ന്യൂ ഇയർ കഴിയാം പെട്ടെന്ന് കിട്ടിയത്. അതല്ല ഡ്രങ്കൻ ജീപ്പ് പറയുന്നത് കേട്ടോ. അല്ല അടിച്ചടിച്ചാണ് നിൽക്കണം. ഒരേ അടിച്ച് രണ്ടടിച്ച് മൂന്നടിച്ച് അല്ലാതെ പെട്ടെന്ന് കൂടെ അടിച്ചു കഴിഞ്ഞാൽ ചവിട്ടി നിർത്തി അടിച്ചു പണി പോകാം. പണി പെട്ടെന്ന് ഇത് വിചാരിക്കട്ടെ ആടി അതില്ല. പറഞ്ഞാലേ പറഞ്ഞാൽ ഇപ്പൊ എന്റെ സ്വഭാവം മാത്രമേ അതായത് മറിഞ്ഞിരുന്നോണ്ട് സ്വഭാവം സംഭവം അടിക്കുമെങ്കിലും ഞാനും അല്ല ഒരു കോമഡി ഇതൊരു കോമഡി അറിയോ? ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാല് ഞാനിപ്പോ ആരെയും തരം താഴ്ത്തൊന്നുമില്ല. തരം താഴ്ത്തേണ്ട ആവശ്യം നമുക്കില്ല അല്ലേ? അംബാൻ എന്ന് പറഞ്ഞ വ്യക്തി ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ് നമ്മുടെ ചാനലില്. ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു പുള്ളിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം പുള്ളിക്കാരൻ എന്ന് പറയുമ്പോ നിഷ്കളങ്കനാണ്. ഡ്രങ്കനെ പണ്ട് നിഷ്കളങ്കൻ എന്ന് പറഞ്ഞു. പക്ഷെ ഡ്രങ്കൻ എന്ന തീവ്രവാദി ആരും മനസ്സിലാക്കാതെ പോയി. ചുമ്മാ പറഞ്ഞു കേട്ടോ. ഡ്രങ്കൻ നമ്മുടെ ചാനലിൽ എത്രത്തോളം വിലപ്പെട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അംബാനും കൂടെ അല്ല ജോമനെ? അതെ ജോമൻ എന്ന് പറഞ്ഞ സൈലന്റ് കില്ലറാ. പക്ഷെ സൈലന്റ് കില്ലർ അങ്ങനെ പറയില്ല. പക്ഷെ ഈ ഡ്രങ്കൻ എല്ലാ പേരും ഉണ്ട് കേട്ടാ. ഇനി അവനെ ഉറപ്പിച്ചു. ഇനി അവിടെ ചെല്ലുന്ന കപ്പല് മാത്രമേ കിട്ടത്തുള്ളൂ. മറ്റേ ഇതിന് ഇനി അവനെ ഉറപ്പിച്ചു. ഇനി മിക്കവാറും ഞാൻ ഉണ്ടാകുന്നില്ല. അമ്മാരെ കാണുന്നില്ല. ഞാൻ എന്താ വിളിക്കുന്നത് ഇനിയിപ്പോ അതെ അമ്മ പോവും. അപ്പൊ ന്യൂ ഇയർ നീ മുതലേ ബുക്ക് ചെയ്തല്ലേ? അതെ ഇത്തവണ എന്തൊക്കെ ചെയ്യാ ന്യൂ ഇയർ ബീച്ചിലൊന്നും പോയി അലമൊന്നും കാണിക്കണേട്ടാ. അല്ലെ ബീച്ചിലെ ആളെ കുറിച്ച് അത്ര പരിചയം പോലെ തോന്നുന്നു. അല്ല അങ്ങനെയല്ല ആളെ അത്ര പരിചയം തോന്നുന്നു. അതെ തനി രാവണ 10 എന്ത് പറയണം? തനി ടാങ്കറാണ് അല്ലേ? നിങ്ങൾ ആർക്കും അറിഞ്ഞൂടാ. അതെ അടിച്ചിട്ട് മറ്റേ മുണ്ടൊക്കെ മടക്കി കുത്തി കൊച്ചു കഴിഞ്ഞ ഒരു കത്തിയും പിടിച്ചു ബീച്ചിൽ പോവാൻ. അല്ലേ മറ്റേ പുലിപുലിനകത്ത് മറ്റേ സുരാജ് പറയില്ല, നിങ്ങളൊക്കെ വീണാലും അണ്ണൻ കട്ടക്ക് നിൽക്കും. അണ്ണൻ കട്ടൊക്കെ ഉണ്ടാവും എപ്പോഴും കൂടെ അല്ലേ? അല്ല അതവിടെ കഴിച്ചു മാറ്റി ഈ സാധനം അല്ല ഇതൊക്കെ പറഞ്ഞത് അണ്ണൻ കട്ടക്ക് നിൽക്കുന്ന കഴിഞ്ഞ ന്യൂ ഇയർ ഇപ്പോഴേ ഓർമ്മ വന്നു. രംഗരാജ് പാതി വഴിയിലുള്ളത് ഇപ്പൊ വരാന്ന് പറഞ്ഞ് പോയി. പിന്നെ ന്യൂ ഇയറിന് കണ്ടില്ല. വണ്ടിയിൽ ആദ്യം പോയി. ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞാൽ നമ്മള് ബീച്ചിൽ പോയി. അതെ ന്യൂ ഇയറിനല്ല, അത് വേറൊരു പരിപാടി എക്സിബിഷന് പോയപ്പോഴാണ് ഞാൻ ഒറ്റയ്ക്ക്. ഒരു കയ്യില് ക്യാമറ, ഒരു കയ്യില് ഗോപ്രോ, എല്ലാ തിരക്കിനിടയിൽ കൂടെ ഞാനിങ്ങനെ 2 കൈയും കൊണ്ട് നടന്നത്. അല്ല അത് വേറെ കാര്യമുണ്ട്. എന്തുവരൊക്കെ ഞാൻ കേറി, ഞാൻ വ്യാജനിൽ കേറിയെന്ന്. ഇത് കയറുമെന്നറിയാം. രണ്ടുപേരായിട്ട് കയറുമ്പോ പിടിക്കും. അത് ശരിയാ. കയറിപ്പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഞാൻ മണിയടിച്ച് കേറി, അല്ലെങ്കിൽ ഇന്നങ്ങ് കേറത്തില്ലായിരുന്നു. അവരും പറയും രണ്ടുപേരെ കയറ്റത്തില്ലെന്ന്. ഒരാളെ കയറ്റത്തുള്ളൂ. പക്ഷെ വലിയ ഗുണമൊന്നും ഇല്ലാണ് കേട്ടോ ഇത്തവണ. ഇപ്പൊ ഇതൊക്കെ ഉണ്ടല്ലോ, റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ബീച്ചില്. അതുണ്ട്. അത് നമ്മുടെ മുന്നിലുള്ളത് തന്നെ അവിടെ. ഈ ജയന്റ് വീലൊക്കെ ഉണ്ടല്ലോ, വല്ല ഈ കറങ്ങി കൊടുക്കുന്നത് പൊട്ടിക്കഴിഞ്ഞ് കടലിലോട്ടൊക്കെ ഇറങ്ങിപ്പോയി എന്ത് ചെയ്യും? അതൊന്നുമില്ല. കടലിൽ പോയി കടലിൽ പോയി അത്രേ ഉള്ളൂ. സോ സിമ്പിൾ. ഇതാണ് ഡ്രങ്കൻ ജി.
പണ്ടുള്ളതാട്ടാ. സിമ്പിൾ ഉള്ള കാര്യം പറഞ്ഞു പുള്ളി. സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അതെ, വളച്ചു വെട്ടിയില്ല, നടക്കാൻ സാധ്യതയുള്ള കാര്യം പറഞ്ഞു. അത്രേ ഉള്ളൂ. നീന്തി കയറി വെള്ളം കുടിച്ച് അത് കരക്ക് വന്ന് ആറ്റി അതെ, പൊട്ടിച്ച് കര എത്താമ്പോഴായിരിക്കും സ്രാവ് കടിച്ചോണ്ട് പോണം. ഞാൻ ഡോൾഫിൻ ബീച്ചൊക്കെ ഇവിടെ മരം പിടിച്ചിട്ട് പോയി അറിയാം. നമ്മള് ഈ പറഞ്ഞ പോലെ നമ്മളെ പ്രാർത്ഥിക്കുക ഇത് അങ്ങനെ നടക്കും ഇങ്ങനെ നടക്കുന്ന പറഞ്ഞ അതെ, മെഴുതി. ഇത് ഉള്ള കാര്യം പറഞ്ഞു ചത്തു. അത്രേ ഉള്ളൂ, ഒറ്റയടിക്ക് ഡീറ്റെയിൽ ആൻസർ. അതിൽ കൂടുതൽ ഇത് സംഭവിക്കാനില്ല. അപ്പൊ ഓൾഡ് നമുക്ക് മേടിച്ച് ഓൾഡ് ഒക്കെ മേടിച്ച് കുറച്ച് സെറ്റ് ആയി കഴിയും. പക്ഷെ പുള്ളി അപ്പോഴും സ്റ്റേൺ ഉണ്ടോ, നല്ല ബർബിക്ക്. അപ്പൊ ഞാൻ ഒന്ന് ചോദിച്ചു, ഈ മുട്ടത്തലയാണല്ലോ മുട്ടത്തല എന്ന് പറയുന്നത്, ഈ മുട്ടത്തല വലിയ കുടിക്കുന്ന ആളായി ചോദിച്ചു. അവർ അങ്ങനെ പറഞ്ഞവേ അതെ കുടിച്ച് ചത്തു കൊടുക്കണം. അല്ല അങ്ങനത്തെ ഉറപ്പുള്ളതാ പുള്ളി. അല്ല വകുപ്പേ ഉണ്ടാവും. അല്ല പുള്ളി ആ എന്തോ വകുപ്പുണ്ടല്ലേ ഇവിടെ പുള്ളി തല വെക്കുന്നില്ല. ഇല്ലല്ലോ. അതെ, എല്ലാത്തിലും മുട്ട. അതെ, എല്ലാം മുട്ടയാണ്. പിന്നെ സന്യാസി എന്ന് പറയുന്നത് സന്യാസി എന്ന് പറയുന്നത് സന്യാസി തന്നെ ആരാണ്? അപ്പൊ കുളിച്ച് സന്യാസിമാരുണ്ടാക്കിയ സാധനമാണ് പുള്ളി കഴിച്ച് അടിച്ചു മാറ്റി ആ ഫ്ലേവർ പുള്ളി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് പുള്ളി ആളെ നിർത്തി ഉണ്ടാക്കിച്ച് കഴിച്ച്. അത്രയും വന്നില്ലെങ്കിലും നീ കഴിച്ചിട്ട് നല്ലതാണെന്ന് പറഞ്ഞു. അത് കേട്ടാ അതിനകത്ത് എന്തോ മറ്റേ സാധനം കൂടിപ്പോയതാ. അതെ, അതാണ് പുള്ളി ചത്തുപോയത്. അതുകൊണ്ട് പുള്ളി തല വെച്ചല്ലേ പറഞ്ഞ ശരിയാ, കുടിച്ച് ചത്തുപോയാണ്. ചോറ് ഛർദിച്ചു വന്നിട്ടില്ല. അത് പറയാനേ ഭാഗ്യം അല്ലേ? ഓൾഡ് മങ്ങിട്ട് നല്ല മുട്ടത്തലയില്ലേ, അല്ലെ മറ്റേ ചോറ് ഛർദിച്ചാണ് ഞാൻ മരിച്ചത്. എനിക്കറിയാം, നേരിട്ട് എനിക്കറിയാം. അങ്ങനെ പറഞ്ഞില്ല, അങ്ങനെ പറഞ്ഞില്ല, അങ്ങനെ പറഞ്ഞിട്ട് ഒരാളെ വന്നില്ല. നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് പല ഓർമ്മകളും വരും, പല കാര്യങ്ങളും വരും. അതിനകത്തൊരു കാര്യം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്ഡ് ആണ്. പണ്ടൊരു പാട്ടുണ്ട്, പക്ഷെ ഭയങ്കര അർത്ഥമുള്ള പാട്ടാണ്. മദ്യപാനമാണടോ മനസ്സിനൊരാനന്ദം, അത് തുള്ളി തുള്ളി അകത്തു ചെന്നാൽ സ്വർഗലോകമാണടോ, സ്വർഗലോകമാണടോ. അല്ലേ? എന്നാലും എല്ലാരും പറയും, നമ്മളും പറയും, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. നമ്മളാരെയും പ്രോത്സാഹിപ്പിക്കുന്നുമില്ല, അതെ, കുടിപ്പിക്കുന്നുമില്ല, അതെ, നമ്മളെ വായിലൊഴിച്ച് കൊടുക്കുന്നുമില്ല. അതെ. ആവശ്യമുള്ള വായിക്കുന്നു കുടിക്കുന്നു. അത് സർക്കാർ കൊടുക്കും, നമ്മളല്ല. അല്ല അത് സർക്കാർ, നമ്മളൊന്നുമല്ല. അതെ, നമ്മൾ കൊടുക്കുന്നതും നമ്മൾ വാങ്ങിക്കുന്നതും കുടിക്കുന്നതും എല്ലാം സർക്കാർ സർക്കാർ മേടിക്കുന്നു. സർക്കാർ മേടിക്കുന്നു, അവിടെ നിന്ന് നമ്മൾ മേടിക്കുന്നു. പുള്ളി അതിപ്പോ ഓർമ്മയുള്ളതെന്ന് പറഞ്ഞ കുറച്ച് കഴിയുമ്പോൾ പുള്ളിയുടെ ഓർമ്മ പോകും. എല്ലാരും കിടുങ്ങിപ്പോയി. എന്താണ് അനന്ത ശൈലം ആയോ? പിന്നെ അടുത്തോട്ട് മൈക്കൂടി വെക്കി, ആരെങ്കിലും വെക്കി. അമ്പാൻ ഇതുവരെ ഒഴിച്ചിട്ടില്ല. നമ്മുടെ ഒരു വീഡിയോസിൽ അമ്പാഞ്ചി ഇതുവരെ ഒരു ഒഴി പോലും ഒഴിച്ചിട്ടില്ല. ഒഴുകി, കമാൺ ഒഴുകി. അമ്പാന്റെ ഒഴി ഒഴിക്കല്ലേ? ഒഴിച്ചില്ല, അതിന് മതിയെന്നാ. ഓ അതെ, അത് കഴിച്ചിട്ട് ബാക്കി വെച്ച സാധനം പോലെ ഉണ്ടല്ലോ. ഒരു ടേസ്റ്റ് അറിഞ്ഞാൽ ഒഴിക്കും. അത് എന്റെ ഗ്ലാസ് ആണ് ചേട്ടാ. ഓ, അവനവന്റെ ഗ്ലാസ് എത്തുമ്പോ മതി. ഓക്കെ, അവനവന്റെ ഗ്ലാസ് എത്തുമ്പോ ഇങ്ങനെ പറയുന്നത് അതിലെ ഡ്രങ്കൻ ചെയ്യാൻ മോളര് ശേഷിക്കുന്ന മുഴുവൻ ഡ്രങ്കിന് ഒഴിച്ചു കൊടുക്കും. കണ്ടോ ചേട്ടനോട് അടിക്കുന്ന പറഞ്ഞ ഞാനില്ല, ഞാൻ എന്തായാലും ഇനി എല്ലാം ന്യൂ ഇയറിനല്ലേ? ജോമനോ? അതാണ് ജോമന്. ഓക്കെ, എന്നാ ഇനി സോഡയും ഇതേ സോഡ എനിക്ക് മാത്രമാണ്. വെള്ളം എല്ലോടാണിത്. അപ്പൊ ബാക്കി സോഡ കഴിക്കാം. ഞാൻ പറയാം വേട്ടാ. ഓക്കെ, നിൽക്കട്ടെ. അവന് സോഡ ഇച്ചിരി ഒഴുക്കി, ബാക്കി വെള്ളം. ഓക്കെ, കാരണം ലാസ്റ്റ് റൗണ്ട് മൈക്ക് ഒഴിക്കും. അങ്ങനെ സോഡ നമ്മൾ ഡ്രൈ ആണ്. ഇച്ചിരി സോഡ, ഇച്ചിരി സോഡ, ഇച്ചിരി ഒഴിച്ച ആൾക്കാർക്ക് ഇച്ചിരി സോഡ. ലാസ്റ്റ് റൗണ്ട് ഡ്രൈ. ആ ഓക്കെ, ഫൈൻ. കൂടിപ്പോയല്ലോ കേട്ടോ. ഓക്കെ, ഇന്നലെ ഒരു റൗണ്ട് കൂടെ മയക്കൂടി വെക്കണം. ഫൈൻ. അപ്പൊ അമ്പാനെ ഒഴിച്ചില്ലല്ലോ. എന്തോ ഡിസൈൻ ആണോ?
ഞങ്ങൾ താൻ എവിടെ ചാരിയെന്ന് വീണാണ്. ആഹാ വൈൻ വേണ്ടു. ലാസ്റ്റ് റൗണ്ട് മൈക്കോടിക്ക് വേണ്ടി വേണ്ടതാ സൈൻ അതുകൊണ്ട് ക്രിസ്മസ് എല്ലാ ദിവസവും ആയിരുന്നെങ്കിൽ അല്ലേ? മെറി ക്രിസ്മസ്. ഞാനെടുത്തത് fix ചെയ്തു. കൊണ്ടുപോയി വിചാരിച്ചു. എന്തിനാ ഡ്രങ്കരാജ് രണ്ടും കൽപ്പിച്ചേട്ടാ. ഡ്രങ്കരാജ് ഇടക്കൊക്കെ നക്സലൈറ്റ് ആണ്. ബിയർ, ഇത് വൈൻ. മതിയെ. വളരെ മോശമായി പോയി ബീഫ് ഒന്നും മേടിക്കാൻ. നടന്നു പോയി കഴിക്കാം. അത് ഞങ്ങൾക്ക് അറിയാം, നമ്മൾ പോയി കഴിക്കാം. ന്യൂ ഇയറിന് എല്ലാം ഞാൻ സെറ്റ് ചെയ്യാം. അങ്ങനെ അടിക്കാൻ അതാണ് ഡ്രങ്ക്. എല്ലാ ഏറ്റും തീർത്തെല്ലാം വേണം. എന്നെ അടുത്ത് പിടച്ച മക്കളെ, വാട്ടർ ഈസ് എവറിത്തിങ്. വെള്ളം എപ്പോഴും ശരീരത്തിന് അമൂല്യമാണ്. മദ്യപാനമാണടോ മനസ്സിനൊരാനന്ദം. അത് തുള്ളി തുള്ളി ഇടയ്ക്കുന്ന ഇങ്ങനെ കഴിക്കൂടോ. ആറടി താൻ വരവാ. അത് പഴയൊരു പാട്ടല്ലോ. ആറടി മണ്ണ് ആത്മവിദ്യാലയമേ. ഒരു കാര്യം പറയാൻ പറഞ്ഞോ. നമ്മുടെ കേക്ക് അശോക് ബേക്കറി നല്ല കേക്കല്ലേ? നല്ല കേട്ടോ. അതൊന്നും പറഞ്ഞില്ല അതിനെ കുറിച്ച്. ഡ്രങ്കജി ഒരു റൗണ്ട് മയക്ക് വെടി, സോറി ഒരു റൗണ്ട് കേക്ക്. എല്ലാം വെടിയും തീർന്ന. അല്ല തീർന്നു, കേക്ക് തീർന്നു പോയി. അത് ഇരുന്ന പ്ലേറ്റ് കാണിച്ചു. ആ പ്ലേറ്റ് കാണിക്കുക. അത് കാണിക്കും. പക്ഷേ അല്ലായിട്ട് നമ്മൾ ഓർമ്മയിട, നമ്മൾ ആദ്യം എടുത്തപ്പോ 500 രൂപയുടെ 500 രൂപ ഒരു കിലോ കണ്ടായിരുന്നു. പിന്നെ നമ്മൾ എടുത്തത് 160 രൂപ. അത് ബട്ടർ കേക്ക് ആയിരുന്നു. പക്ഷേ ഒരു സൈലന്റ് ആയിട്ട് ഒരു മനുഷ്യനോട് അടിക്കുന്ന കേട്ടാ. അവന് വിഷമം. അതെ, കേക്ക് തീർന്നു. നല്ല കേക്ക് കേട്ടോ, നല്ല കേക്കാ. നല്ല കേക്കല്ലേ? അല്ല അതുകൊണ്ടല്ല തീർന്നത്. സത്യം, പൊടി മാത്രമേ ഉള്ളൂ. ഇതാ അവസ്ഥ കണ്ടോ. നമ്മൾ ഇതിനു മുമ്പുള്ള ഒരു ക്രിസ്മസിനും കേക്ക് ഇതുപോലെ തീർന്നു. പേരോട് കാണിച്ചിരുന്നു. അതെ, അശോക ബേക്കറി. സൂപ്പർ. പക്ഷെ ഡ്രങ്കൻജി, തനിക്ക് AC ഫീൽ ചെയ്യുന്നുണ്ടോ ഇത്ര നേരം ഇട്ടിട്ട്? എവിടെ ഇവിടെ ബീഫ് പോലും ഫീൽ ചെയ്തില്ല. ബീഫ് ഫീൽ ചെയ്യുന്നില്ലെന്ന് ബീഫ് ഫീൽ സാധനങ്ങളും മേടിച്ചു അല്ലേ? ഡ്രങ്കൻജി, താങ്കൾ ആ പറഞ്ഞ വളരെയധികം പരമാർത്ഥമായിട്ടുള്ള കാര്യം. കാരണം ക്രിസ്മസ് എന്നോണം നമ്മൾ വൈനും കേക്കും എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ബീഫ്. സത്യസന്ധമായ കാര്യമാണ്. പക്ഷേ ഡ്രങ്കൻജി, ഈ ന്യൂ ഇയറിന് തന്റെ ഈ പരാതി മുഴുവൻ തരും. തന്നെ കൊണ്ട് 1 കിലോ ബീഫ് തീറ്റിക്കും. അത് കണ്ടിട്ട് കഴിക്കേണ്ട കാര്യം ക്രിസ്മസിന് കഴിക്കേണ്ട ന്യൂ ഇയർ കഴിക്കുക അല്ല, ഇന്ന് കഴിക്കാൻ അല്ലേ? അത് ന്യായമായ അല്ല. ഇപ്പൊ പ്രശ്നത്തിൽ ഇന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോ ഇന്നാണ് നമ്മൾ ബീഫ് കഴിക്കണം. അത് ഇന്ന് ബീഫ് കഴിക്കാൻ പൊറോട്ടം ബീഫും സജ്ജം. പൊറോട്ടം ബീഫ് സജ്ജം. ബ്രെഡും ബീഫുമാണ് കഴിക്കേണ്ടത്. അതായത് എന്നാ ബ്രെഡും ബീഫും സജ്ജം. റൊട്ടി മേടിച്ച് അവന്മാര് പീസാക്കി തരും. അതാണ് അത് കഴിക്കേണ്ടത്. അതാണ് അതിന്റെ അശോക ബേക്കറി റൊട്ടിയുണ്ട്, ഞാൻ പീസാക്കാം. നീ അവിടെ പോയല്ലേ മേടിച്ചത്? നീ അതൊന്നും കണ്ടില്ല. അവിടെ ബീഫില്ല. ബീഫില്ല. ഇല്ല. അതിപ്പോ വരുന്ന കടയുണ്ടല്ലോ, ഒറ്റ കടയുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ നടന്നാ മതി, ബീഫ് കിട്ടും. ആ നല്ല ചൂട് അരിപ്പത്രയും ബീഫ് ഫ്രൈ വേണം. വേണ്ടേ? ന്യൂ ഇയർ നമുക്ക് പൊളിക്കാം മച്ചാൻ. എന്ത് പറഞ്ഞു മച്ചാൻ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളെ ഫോർട്ട് കൊച്ചി മച്ചാൻ ഇപ്പൊ വിളിക്കും കേട്ടാ. തങ്കച്ചി, തന്റെ നമ്പർ കയ്യിലുണ്ട്. മച്ചാനെ എന്താണ് പരിപാടി? ന്യൂ ഇയറിന് കാർണിവല്. അതെ, നമ്മുടെ ആലപ്പുഴക്കാരൊക്കെ ഇങ്ങനെ നിൽക്കും. പക്ഷേ ന്യൂ ഇയറും കാർണിവലൊക്കെ കൊച്ചിക്കാർക്കാണ് അല്ലേട്ടാ.
കൊച്ചിയിലെ കൊച്ചിൻ കാർണിവൽ എന്നൊക്കെ പറഞ്ഞാല് ഭീകരമാണ്. വേറെ അതാണ് ശരിക്കുള്ള ആഘോഷം. നമ്മുടെ ഇവിടെ എന്താണ് ബലൂൺ പറത്തി കളിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ കൊച്ചിയിലോട്ടൊക്കെ പോകണം, അതാണ് യഥാർത്ഥ ന്യൂ ഇയർ സെലിബ്രേഷൻ. ചേട്ടൻ പോയിട്ടുണ്ടല്ലോ, പോയിട്ടില്ലേ? നമുക്ക് ആദ്യമൊക്കെ നോക്കാം. ഇവനെ കിട്ടത്തില്ല. ഇവനില്ല, ഇവൻ ഇന്നത്തോടെ തീർന്നു അല്ലേ? പിന്നെ ഇനി കിട്ടത്തില്ല, അതിനെങ്കിലും ഓഫില്ലല്ലോ. ഇവനെ ചീട്ട് കയറുവാ. അതാ പറഞ്ഞു, ഇവനെ ചീട്ട് കയറി. ചീട്ടി കയറി. കൊണ്ട് പോണില്ല ഇല്ലേ? എല്ലാം താഴേക്ക് പോയി. എന്താടാ എന്താ അവിടെ ഇറങ്ങിട്ട് കപ്പലടി കുറെ നേരമായിട്ട് നല്ല ഉടുപ്പാണല്ലോ അവന്റെ. നല്ല ഡ്രാഗൺ ചെയ്, അവന്റെ ഉടുപ്പിന്റെ കളറ് കൊള്ളാം അങ്ങോട്ടോ, നല്ല കളറ്. സൂപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആന്നെ. ആ പടം അവധി കിട്ടിയ ഇന്നുണ്ടെങ്കിലൊക്കെ നടക്കുമെന്ന് വിചാരിച്ചു വന്നോ. തനിക്ക് ബീഫിന്റെ വിചാരമുള്ളല്ലേ ഡ്രാഗൺ? ഇറങ്ങിട്ട് മേലെ അതാ പറഞ്ഞ ഇപ്പൊ പാടോ ബീഫ് മേടിക്കണോ? കഴിഞ്ഞു പോയി സംഭവം പോയി. ക്രിസ്മസ് താൻ അങ്ങനെ പറയരുത്. നമ്മുടെ ഒരു വർഷം, കഴിഞ്ഞ വർഷം ബീഫ് ഉണ്ടായിരുന്നു, ഓർമ്മണ്ട? ഈ വർഷം ബീഫ് ഇല്ലാതായി പോയി. കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷത്തെ ഇവിടുത്തെ തന്നെ സെലിബ്രേഷൻ ഓർക്കണം. ബീഫ് വറുത്തത്, ബീഫ് റോസ്റ്റ്, പെർലാൻ എന്തൊക്കെയായിരുന്നു. പക്ഷെ അവസാനം ഒന്നും ഇല്ല കേട്ടോ. അതെല്ലാം ഡ്രങ്കൻ. ഓൾ താങ്ക്സ് ടു ഡ്രങ്കൻ. ഡ്രങ്കൻ ബീഫാണ് കേട്ടോ. ബീഫൊന്നുമില്ല, നമ്മള് പറഞ്ഞ ഇതൊരു കോം പോലെ. സത്യമാണ്, താനാ പറഞ്ഞതൊക്കെ വളരെ സത്യസന്ധമായ കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അല്ല എല്ലാ സംഭവം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജോമോന്റെ വീട്ടിൽ പോയി, അവിടുന്ന് സോ മിസ്റ്റർ ഡ്രാഗരാജ് ലാസ്റ്റ് റൗണ്ട് മൈക്കോടി നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷന്റെ ഇതാരാ? അമ്പാനാണല്ലേ? ഫുൾ ടേബിളാ. ഓക്കെ, 3 ഗ്ലാസ്സിലേ ആയുള്ളൂ. ഓ, ഒരു ഗ്ലാസ്സിൽ നേരത്തെ ഒഴിച്ചു വെച്ചല്ലേ? ലാസ്റ്റ് റൗണ്ട് മൈക്കോടി ഇസ് ഓൾ ഹിയർ. ചേട്ടാ സമയം എന്നെ പാലിച്ചു പിടിക്കണം. നീ എഴുതി കൊടുക്ക് ഒന്നും കൊണ്ട് എഴുതി കൊടുക്ക്. ഞാൻ പറഞ്ഞു, എന്നെ വിളിച്ചടാ, ചെറം എന്നെ വിളിച്ച്. ഞാൻ പറഞ്ഞു ഇതാണ് ചാർജ്. ഞാൻ പറഞ്ഞുണ്ട്, നീ എഴുതി കൊടുക്ക്. ഇനി വെള്ളം ഇല്ല കേട്ടോ. വെള്ളം അമ്മാവല്ലേ മടിയ. ആരെന്ന് വെച്ച് വിളിക്കാൻ പറഞ്ഞു. സോഡ വേറെ ആരും ഉപയോഗിക്കുന്നില്ല, എനിക്ക് കുറച്ചുകൂടെ ഒഴിച്ചോ. അല്ല, അപ്പൊ വെള്ളം ഇല്ലല്ലോ, എല്ലാരും ഡ്രൈ ആണ് അടിക്കാൻ പോണേ. എന്റെ വെള്ളമില്ല. ഡ്രങ്ക് രാജിന് സോഡ അല്ല ഇത്. ജോമോനെ, നിനക്ക് സോഡ വേണം അതോ ഡ്രൈ ആണോ? ഒഴിച്ചില്ല. അവന് ഡ്രൈ കൊടുത്താ മതി. ഓക്കെ, ഞാൻ ബിയർ ഒഴിച്ചില്ല. ഇന്ന് അമ്പാൻ ബിയർ, ഒരു ചാഞ്ചാട്ടോ ഇല്ല. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷന്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ? ഇനി നമ്മൾ കാണുന്ന ന്യൂ ഇയറിനാണ്, അത് ഇതിക്ക് മേലെ ആയിരിക്കും. സോ ദി ഫൈനൽ റൗണ്ട് മൈക്കോടി വിത്ത് എവ്രിവൺ. Sorry, it's DJ. Yes, കൂട്ടിമുട്ടി. Okay, guys. അപ്പോ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ നമ്മൾ വളരെയധികം ആഘോഷിച്ചു. ഇനി അടുത്ത് നമ്മുടെ മുമ്പിലുള്ളത് ന്യൂ ഇയർ സെലിബ്രേഷൻ. അതായത് എപ്പോഴത്തെ ഡ്രാഗൺ നമ്മൾ 2024 കുടിച്ച് തീർത്തൊക്കെ പറഞ്ഞു വിടും അല്ലേ? ഇത്തവണ അങ്ങനെ അതിനു വേണ്ടി നമ്മുടെ കൂടെ നമ്മുടെ അമ്പാനും കൂടെ കൂടെ അല്ലേ? ചിലപ്പോ ഭാഗ്യമുണ്ട് നമ്മുടെ ജിമ്മിലുണ്ടോ. ജോമോൻജി തിരക്കുകൾ മൂലം ഒഴിവായി കളഞ്ഞു പോയി അല്ലേ? സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ഈസ് ഇൻഎവിറ്റബിൾ. അതുകൊണ്ട് എല്ലാവരും കാണാൻ മറക്കരുത്. സോ see you in the next video. അതുവരെ എല്ലാവർക്കും good night and cheers. MBTV forever.